ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബറാത്ത് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ഞങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി കുറേ നാളായിട്ട് ഈ ഒരു ബിരിയാണി വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബറാത്തെല്ലാം വന്നല്ലേ എപ്പോഴും നിങ്ങൾ ഒരേ ടൈപ്പിലുള്ള ബിരിയാണിയിലാക്കുക. അപ്പോൾ ഈ ഒരു ബറാത്തിക്ക് അതല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും നിങ്ങൾ ബിരിയാണിയെല്ലാം ആക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഡിഫറെൻറ്റ് ആയിട്ട് ആക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടേക്ക് മാഞ്ഞാലി ബിരിയാണി. മാഞ്ഞാലി ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലുള്ള ഒരു റായത്ത് പേര്. അപ്പോൾ ആ ഒരു റായത്തിൽ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി നല്ല ടേസ്റ്റോട് ആക്കുകയും ഈസി ആയിട്ടേക്ക് നിങ്ങൾ എന്തായാലും ഒർക്കായെങ്കിൽ ഇത് ട്രൈ ആക്കി നോക്കണം. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ഇതെങ്ങനെ ആക്കണമെന്നൊക്കെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും ഷെയർ ആക്കും മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ 1 kg 100 gram ചിക്കൻ എടുത്തത് അത് ഇതുപോലെ കട്ടാക്കി എടുത്തത്. ഞങ്ങൾ ചുമ ചെറിയ പീസും അല്ല ചുമ വലിയ പീസും അല്ല കലകിട്ട് തെളിനാർ അരിപ്പിലിട്ട് വെക്കണം. അത് തണ്ണിയെല്ലാം പോയാൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ മസാല ഇട്ടിങ്ങിട്ട് 3/4 ടീസ്പൂണ് മഞ്ഞളുടെ പൊടി 1-1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വലിയ സ്പൂണിൽ 1 അല്ലെങ്കിൽ 1.25 ഞാനിപ്പോൾ 1.25 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. അതിൽ പിന്നെ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് അതേപോലെ ലെമൺ ജ്യൂസ് ഒരു വലിയ ലിംബ ഒരു ഹാഫ് ലിംബ എടുത്തത്. അതിൽ പിന്നെ 1.5 അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുള്ളി പേസ്റ്റ് വലിയ സ്പൂണിൽ 1 സ്പൂൺ ഇഞ്ചി വെളുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇതൊരു 1 ಗಂಟೆ ഇത് റെസ്റ്റ് ಬೇಕணும். ಅದಕ್ಕಾಟಿ ಯಾರ ಟೈಮ್ ಬೇಕ್ರಿ ನಲ್ಲಮೆ ഇപ്പോൾ ടൈമില്ല എനിക്കുണ്ടെങ്കിൽ 1/2 ಗಂಟೆಗೂ ಇದು ಬೇಕணும். അപ്പോൾ ഞാനിവിടെ 1 ಗಂಟೆ ഇത് റെസ്റ്റ് ಬೇಕರೆ. അപ്പോൾ അതവിടെ ഇക്കട്ടെ. ഇനിയിപ്പോൾ മസാലയ്ക്ക് വേണ്ട നീരുള്ളി ഇതാ കട്ടാക്കി വെച്ചാൽ ഇത് 1/2 kg നീരുള്ളി എടുത്തത് 500 gram 400 gram അല്ലെങ്കിൽ ഒരു 500 gram ഇത്രയെല്ലാം മേവും ചുമ നീരുള്ളി വേണ്ടിയിട്ടില്ല. അതിൽ പിന്നെ 3/4 കപ്പ് ഗ്രേറ്റ് ആക്കി ക്യാരറ്റ് ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് അതുപോലെ ഗ്രേറ്റ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ മീഡിയം സൈസിലെ ഒരു 3 ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് എടുക്കും. ഇതിപ്പോൾ ഒരു സാധാരണ വലിയുള്ള ഒരു നീരുള്ളി ഞങ്ങൾ ഇത് ഗാർണിഷിക്ക് മെയിനായിട്ട് ഫ്രൈ ആക്കുക. അപ്പോൾ ഒരു നീരുള്ളി അത് പിന്നെ ഇത് അരിതാ ഞാനിവിടെ 4.5 കപ്പ് എടുത്ത അരി ഞങ്ങൾക്ക് ഇത് ഈ ഒരു ചിക്കനിക്ക് ഞങ്ങൾ 4.5 കപ്പ് അല്ലെങ്കിൽ ഒരു 5 കപ്പ് എടുത്ത റൈസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് റൈസ് എടുത്തത്. ഇത് ചെറിയ അരിയിലാക്കുക ബിരിയാണി. അപ്പോൾ നിങ്ങൾക്ക് ജീരകശാല ഗന്ധശാല അരി കിട്ടുമെങ്കിൽ അത് എടുക്കും. അതല്ലെങ്കിൽ ബുള്ളറ്റ് റൈസിലാക്കുകയും അതും ആവും. അപ്പോൾ അത് ഇത് അരി ഒന്ന് കലകിട്ട് ഞങ്ങൾ നനച്ച് വയ്ക്കണം. അത് കട്ടರೆ നീരുള്ളി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തതാണ് ഞാൻ. അത് ഞാൻ ഇതിൽ കാട്ടിയിട്ടില്ല. പക്ഷേ എല്ലാവരും ഗൊന്തുണ്ടല്ലോ നീരുള്ളി നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് അതിൽ പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ട് ചിക്കൻ ഞങ്ങൾ മസാല ഇട്ടിട്ട് 1 ಗಂಟೆ കഴിഞ്ഞാൽ പിന്നെ പാൻ വെച്ചിട്ട് എല്ലാം ഓയിൽ ബിത്തിട്ട് ചമ്മ വേണ്ട 2-3 ടേബിൾ സ്പൂൺ എത്ര ഓയിൽ ബിത്തിട്ട് ഈ ചിക്കൻ ഇതിലിട്ടിട്ട് ഫസ്റ്റ് തെല്ലിനേരം ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതിൽ പിന്നെ ഞങ്ങൾ ചന്ത അടിമേലാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് നല്ല ഇതൊന്ന് വേപ്പട്ടി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് തെല്ലിനേരം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മതി ചുമ്മ നേരം വേണ്ടിയിട്ടില്ല. അതിൽ പിന്നെ മൂടി വെച്ചിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല വേപ്പട്ടി എടുക്കണം. നല്ല വേപ്പട്ടി ഒന്ന് ചുമ്മ വെന്തിട്ട് ഇങ്ങനെ കലങ്ങുത്തീര ഒരു 80% അല്ലെങ്കിൽ ഒരു 90% എല്ലാം കുക്കായെങ്കിൽ മതിയാവും ചിക്കന്. മൂടി വെച്ച് ഞങ്ങൾ ഇത് വേപ്പട്ടി എടുക്കണം. അപ്പോൾ ഇവിടെ വേവട്ട് അപ്പോൾ ഇതെല്ലാം നരക്കലിയാകുമ്പോൾ ചിക്കൻ്റെ തണ്ണിയെല്ലാം ഒന്ന് തണ്ണിയെല്ലാം ಬಿಟ್ಟಿട്ട് ആ തണ്ണിയിൽ ഇത് വെന്തിട്ട് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ചിക്കൻ്റെ തണ്ണിയെല്ലാം ಬಿಟ್ಟರು. അപ്പോൾ ഇതിവിടെ ಬೇವಟ್ಟು ഇതിലിടയ്ക്ക് ഞങ്ങൾക്ക് അരി ഒന്ന് കലകിയിട്ട് നനച്ച് വയ്ക്കണം. അപ്പോൾ അരി ഫസ്റ്റ് ഞങ്ങൾ ചന്ത കലകി എടുത്തുള്ളൂ. കലകിയിട്ട് ഇതുപോലെ ഒരു 20 മിനിറ്റ് ഇത് നനച്ച് വയ്ക്കണം. 20 മിനിറ്റ് മാത്രമേ അതിനെക്കാട്ടി ചുമ വേണ്ട. 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു അരിപ്പിലിട്ട് വെച്ചെങ്കിട്ട് അപ്പോൾ അരി ഇവിടെ നനച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ആയിട്ട് വെന്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ എടുക്കണം ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ചുമ വെന്തിട്ട് കലങ്ങ ಬಿಡണ്ട. അപ്പോൾ ഇത് തീത്തില് ജോറിಂತು അപ്പോൾ തീത്തില് ആരായതുകൊണ്ട് ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇതിൽ ഞങ്ങൾ ചിക്കൻ വെന്തിട്ട് വരുമ്പോൾ അതിൽ ഒരു കറിക്കറ് ചാറിക്കറ് അപ്പോൾ അത് ഞങ്ങൾ വേണോ ചിക്കൻ പീസ് മാത്രം എടുത്തെങ്കിട്ട് അപ്പോൾ ഇതിനകത്ത് തീത്തില് ಯಾರಾಯ್ದು ಕೊಂಡ್ಬಿಟ್ಟು ಇದೆಲ್ಲ ಡ್ರೈ ಆಯಿತು ಬಂದರು ಬತ್ತಿಟ್ಟು ಬಂದರು ಚೊಮ್ಮೆ ಇದೆಲ್ಲ ಕರಿ ಇಲ್ಲ ನಾನು ಚಿಕನ್ ಪೀಸಸ್ ಮಾತ್ರ എടുത്തിട്ട് ಬಸ್ ಅದಕ್ಕೆ ನಾನು ತೆಲ್ಲ ತಣ್ಣಿ ಬಿಟ್ಟು ಬೇಕ್ರೆ അപ്പോൾ ഈ ഒരു ഗ്രേവി ഞങ്ങൾക്ക് ಬೇನಿದೆ ತಣ್ಣಿ ಇಕ್ಕರದು ಇದು തീ ആരായത് കൊണ്ടിട്ട് തെല്ല അവിടേക്ക് ഡ്രൈ ആയിട്ട് വന്നത്. അപ്പോൾ ഈ തണ്ണി ഞങ്ങൾക്ക് വേണോ ബാക്കി ചിക്കൻ പീസസ് മാത്രം എടുക്കണം. എടുത്തിട്ട് ഞങ്ങൾ ഈ ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ചുമ്മ ഓയിലിൽ ഫ്രൈ ആക്കൊണ്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു പാത്രത്തിൽ മസാല ആക്കറ അപ്പോൾ അത് കൊണ്ടിട്ട് ഇതിൽ ഞാനൊന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കറേ. അപ്പോൾ ചുമ ഓയിൽ വേണ്ട ഞാനിപ്പോൾ നീരുള്ളി ഫ്രൈ ആക്കിയ ഓയിലിന്ത് അതേ ഓയിലിൽ ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കറേ. അപ്പോൾ ഇങ്ങനെ ഗ്രേവിയോട് കൂടിമേ ചിക്കൻ ഇങ്ങനെ ഇടണ്ട ഓരോരോ ചിക്കൻ പീസ് ഇങ്ങനെ ഇട്ടെങ്കിട്ട് പക്ഷേ തണ്ണിയെല്ലാം ഉണ്ടിങ്ങനെ എണ്ണ ചൂടായിട്ടുള്ളതല്ല അപ്പോൾ അതിങ്ങനെ പൊട്ടി തെറിച്ച് പോലെ അവിടെ അപ്പോൾ ഓരോരോ പീസ് ഇട്ടിട്ട് ഇങ്ങനെ അതിലൊന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കണം. ചന്ത ഒന്ന് ഇതുപോലെ ഇത് പായിട്ട് ഇത് എടുക്കറാണ് ഇങ്ങനെ ഒന്ന് നല്ല ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് ചുമ ഡ്രൈ ആക്കണ്ട ഗൊന്തവിടല്ലേ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് അപ്പോൾ എല്ലാ ചിക്കൻ പീസും ഇതേപോലെ ആക്കിയിട്ട് എടുത്തെങ്കിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് മസാല ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് മസാല എല്ലാത്തിൽ കരിഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ കരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ಅದಕ್ಕೆ ഞങ്ങൾ നീരുള്ളി ഇട്ടെങ്കിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി അതിൽ കരിഞ്ഞ മസാല എല്ലാം എടുത്തിട്ട് ഓയിൽ ഞങ്ങൾ അതേ ഓയിലിൽ ഞങ്ങൾ ഫ്രൈ ഇത് മസാല ആക്കിയിട്ട് എടുത്തെങ്കിട്ട് അപ്പോൾ ഓയിൽ ഞാൻ ചിക്കൻ അതേ ഫ്രൈ ആക്കി ഓയിലിൽ ബീറ്റ് കൊടുത്തിട്ട് അപ്പോൾ ഓയിൽ നോക്കിയിട്ട് നിങ്ങൾ വേണേൽ എത്ര ബീറ്റ് കൊടുക്കുമോ പിന്നെ ഞങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഇത് ഫസ്റ്റ് നല്ല ഒന്ന് കായണം. ഇഞ്ചും വെല്ലുള്ളി നല്ല ഒന്ന് കായണം. നല്ല ഗോൾഡൻ കളറായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു ലൈറ്റായിട്ട് ഗോൾഡൻ നല്ല
ಕಾഞ്ഞിട്ട് നല്ല കമ്മന് വേണ്ട കായണ്ടാവുകീറ കാഞ്ഞിട്ടായാലും പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ ನೀರುಳ್ಳಿ ಇಟ್ಟು കൊടുക്കണം അപ്പോൾ ನೀರುಳ್ಳಿ ಒಟ್ಟಿಗೆ ഒരു 2 പച്ചമുളക് തെളിവേച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേ അപ്പോൾ നീരുള്ളി അതുപോലെ നല്ല കായണം ഓയിൽ തെല്ല ಕೊರಡಿಂತ അപ്പോൾ ಬಾಕಿ ತೆಲ್ಲ ಆಯಿಲ್ ಅದು ಬೀತಿ ಕೊಡ್ತಾರೆ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ മസാലയ്ക്ക് പിന്നെ ഓയിൽ ബീത്തി കൊടുക്കറു അപ്പോൾ നീരുള്ളി അതേപോലെ നല്ല കായണം ഇതിൽ മസാല എല്ലാം നല്ല കായണം അപ്പോൾ നല്ല ടേസ്റ്റ് അവിടെ നീരുള്ളി ടൊമാറ്റോ അതെല്ലാം നല്ല ഫ്രൈ ആവണം അപ്പോൾ നല്ല ചോപ്പ് കളറായിട്ട് ಬಂಡല്ലേ അതിൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ മസാല ഇട്ട് കൊടുക്കണം അപ്പോൾ നീരുള്ളി ഇതാ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് തെല്ലിനേരം മൂടി വെച്ചെങ്കിൽ ആവും നിങ്ങൾ മൂടി വെച്ചിട്ട് നിങ്ങൾ നീരുള്ളി ഫ്രൈ ആക്കിയെങ്കിൽ തെല്ല് വേഗം ആയിട്ട് കിട്ടും അപ്പോൾ നീരുള്ളി എല്ലാം ഫ്രൈ ആയാൽ പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി അതേപോലെ 3/4 ടേബിൾ സ്പൂൺ ഇത് കൊത്തമ്പരി പൊടി വലിയ സ്പൂണിൽ 3/4 സ്പൂൺ കൊത്തമ്പരി പൊടി 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ അതുപോലെ തെല്ല് ഗരം മസാല 1 ടീസ്പൂൺ അത്ര ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഗരം മസാല അത്രമേയാവും അപ്പോൾ അത് ഇട്ടിട്ട് തെല്ലിനേരം നിങ്ങൾ ഇതിലൊന്ന് ചന്ത അടിമേലാക്കണം ഇതുപോലെ അപ്പോൾ നാച്ചുന്ന പോലെ ഈ നീരുള്ളി കായായിട്ട് ഞങ്ങൾ ഈ മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നത് അത്തിര നീരുള്ളി നല്ല കായണം അപ്പോൾ ഇതിൽ മസാല എല്ലാം നല്ല ഫ്രൈ ആയെങ്കിൽ ಇದಕ್ಕೆ ടേസ്റ്റ് വേണ്ടേ അപ്പോൾ ഈ മസാല പൗഡർ ഇട്ടിട്ട് തെല്ലിനേരം ചന്ത അടിമേലാക്കി എടുത്താൽ പിന്നെ ഞങ്ങൾ കട്ടാക്കി വെച്ച് ടൊമാറ്റോ അതേപോലെ തെല്ലിനേരം മൂടി വെക്കുറോ അപ്പോൾ വേഗം ഫ്രൈ ആയിട്ട് വേണ്ട നല്ല ഫ്രൈ ആവണം ടൊമാറ്റോ ഇതെല്ലാം അപ്പോൾ മസാല ഇതാ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചിക്കൻ ഗ്രേവി ഞങ്ങൾ എടുത്ത് വെച്ചില്ല അതെല്ലാം ಇದಕ್ಕೆ ബീത്തി കൊടുക്കുക ಅದು ಚಿಕನ್ ಇಟ್ಟು ಕೊಡ್ತಾರೆ ಗ್ರೇವಿ അപ്പോൾ ഗ്രേവി ತೆಲ್ಲ ಇದ್ಕೊಂಡು ಫಸ್ಟ್ ಎಲ್ಲ ತಣ್ಣಿ ಬೀತ ನೋಡು ಚೊಮ್ಮೆ ಉಣ್ಕಂಡು ತಣ್ಣಿ ಬೀತೊಂಡಿಲ್ಲ അപ്പോൾ ഇതെല്ലാം അടിമേൽ ആക്കിയിട്ട് ಇದಕ್ಕೆ ഞങ്ങൾ ഇനി കൊത്തമ്പരി ചപ്പ് പുതിന ഞങ്ങൾ അത് സാധാരണ ഞങ്ങൾ ബിരിയാണിಗೆಲ್ಲ ഇങ്ങനെ ഇಟ್ಟರೆ അത്ര മേറ്റിങ്ങിട്ട് നല്ല ഫ്രഷ് കൊത്തമ്പരി ചപ്പ് പുതിന ಅದೆಲ್ಲ ಇಡೋರು ಇದರೊಟ್ಟಿಗೆ ಟೇಸ್ಟ್ ಬೇನೆ ಹತ್ರ ಉಪ್ಪು ഞങ്ങൾ ഇത്രത്തോളം മസാലയ്ക്ക് ഇട്ടിട്ടില്ല ചിക്കನ್ಗೆ ಫ್ರೈ ಹಾಕು ಮಾತ್ರ ಇಟ್ಟது അപ്പോൾ നോക്കിയിട്ട് ಬೇನೆ ಹತ್ರ ಉಪ್ಪು ಇಡೋರು ഞങ്ങൾ ചിക്കನ್ಗೆ ಮಾತ್ರ ಇಟ್ಟಿದ್ದೀನಿ ಮಸಾಲೆಗೆ ಬೇನೆ ಹತ್ರ ಉಪ್ಪು അതേപോലെ തെല്ല് ലിംബെർ തന്നെ ഒരു 1/4 ಕಪ್ ಹತ್ರ ತಣ್ಣಿ ಬೀತಿಟ್ಟು ಚಂದ ಅಡಿಮೇಲೆ ಹಾಕಿಟ್ಟು ತೆಲ್ಲಿನಾರ ಮೂಡಿ ಬೇಕು ಮೀಡಿಯಂ ಫ್ಲೇಮಿൽ വെക്കറോ ചന്ത ഈ മസാല ചിക്കൻക്ക് നല്ല മസാല എല്ലാം പിടിക്കണം ഒരു 5-6 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം അപ്പോൾ ഇങ്ങനെ ಬೇക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അത്ര ജീരകത്തെ പൊടി ഇട്ടോളണം ചെറിയ സ്പൂണിൽ ഒരു 1/2 സ്പൂൺ മയോ ജീരകത്തെ പൊടി ചൊമ്മ ಬೇಡ ಅದು ಇಟ್ಟರೆ ತೆಲ್ಲಿನಾರ ಮೂಡಿ ಬೇಕಾ അപ്പോൾ ഇത് ചൊമ്മ കറി പോലെ ഇക്കോತೀರಾ ലൂസ് ആവുകತೀರಾ നല്ല തിക്ക് ഗ്രേവി നല്ല ഗട്ടിയിൽ വേണോ അപ്പോൾ തെല്ലിനാര മൂടി വെച്ചിട്ടിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലേ തെല്ല് ലൂസ് പോലെ ഉണ്ടോ ഇനിയിപ്പോൾ ഞാൻ തെല്ലിനാര ഇത് ഓപ്പണിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കറേ അപ്പോൾ ഒന്ന് ഇത് അതിൽ തെല്ല് കറി പോലെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ಡ್ರೈ ആയിട്ട് വരണോ നല്ല തിക്കായിട്ടുള്ള നല്ല ഗ്രേവി വേണം അങ്ങനെ ഗ്രേവി ചെന്നാൽ നല്ല മസാല നിങ്ങൾ കൊണ്ടുണ്ടല്ലോ മസാല എല്ലാം അങ്ങനെ ഉണ്ട് ഇക്കറ് അതേപോലെ വേണം അപ്പോൾ അത് തെല്ലിനേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിരുന്നേ അപ്പോൾ അത് ഇതുപോലെ ആയിട്ട് വന്നത് ഇങ്ങനെ ആയിട്ട് വന്നേ മയ്യാവും ഇപ്പോൾ നിങ്ങൾ ഓഫാക്കി കുറേ നേരം കഴിയുമ്പോൾ ಇನ್ನೂ ഒന്ന് ഗട്ടിയാവിടും അപ്പോൾ അത് കറക്റ്റ് ആവിടും ഇത്ര മയ്യാവും ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ಇದಕ್ಕೆ തെല്ല് നെയ്യ് ഒരു 2 ടീസ്പൂൺ നെയ്യ് അതേപോലെ ഞങ്ങൾ തെല്ല് ഒരു 1/2 സ്പൂൺ അത്ര ഷുഗർ 1/2 ടീസ്പൂൺ ഷുഗർ അപ്പോൾ ഷുഗർ ನಾನು ഇതിൽ കാട്ടിയിട്ടില്ല ഇട്ടതിന് ലാസ്റ്റിಗೆ ಇಟ್ಟರೆ ಅದು ನಕ್ಕಮರ ಅಂತ അപ്പോൾ നിങ്ങൾ ഷുഗർ ഇടೋರು ഷുഗർ ಟೊಮೆಟೊ ಸೋಸು ಏದು ಉಂಟು ಅದು ಇಡೋರು അപ്പോൾ ಟೊಮೆಟೊ ಸೋಸ್ ಉಣ್ಕಂಡೆ 1 ടീസ്പൂൺ ഇടೋರು ഷുഗർ ഉണ്ട്കಂಡೆ 1/2 ടീസ്പൂൺ മയ്യാവും അത് ഇട്ടിട്ട് നല്ല അടിമേൽ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഇടും മസാലയ്ക്ക് ഷുഗർ ഇടും അത് ഇട്ടിട്ട് നെയ്യും ഇട്ടರೆ അപ്പോൾ നിങ്ങളെ മസാല ഇതാ റെഡി ആയിട്ട് കണ്ടല്ലേ എങ്ങനെ ഉണ്ടുണ്ട് മസാല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല ആയിട്ടിക്കറ് മസാല ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ಇದಕ್ಕೆ പിന്നെ തണ്ണി ഞാനിവിടെ ചൂടാക്കിയിട്ട് എടുത്തേ അപ്പോൾ 1.5 കപ്പ് തണ്ണി ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് തണ്ണി അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിൽ അരി എടുക്കാറോ അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് തണ്ണി വെച്ചെങ്കിട്ട് അപ്പോൾ ജീരകശാല കന്തസാല അരി എടുக்கிறீங்க ഇത്രമേ തണ്ണി വേണം ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും അരി എടുക്കുകയാണെങ്കിൽ ചില അരിക്കെല്ലാം ഞങ്ങൾ ചെറിയ വ്യത്യാസത്തിൽ തണ്ണിയിൽ അപ്പോൾ അത് നിങ്ങൾ നോക്കിയുള്ളൂ ഒരു ബുള്ളറ്റ് റൈസ്ಗೆಲ್ಲ ഇത്ര തണ്ണി വേയാവില്ല ഇത്ര കടത്തിൽ യാറ് വേണം അത് നിങ്ങൾ എങ്ങനെ ആക്കറേ അതുപോലെ ആക്കിയിട്ട് എടുത്തിങ്ങിട്ട് അപ്പോൾ ഞാനിവിടെ ಬೇನೆ എത്ര തണ്ണി വിറ്റ് കൊടുത്തേ പിന്നെ അതിൽ പിന്നെ 2 പീസ് ഇത് കെത്ത ഇട്ട് കൊടുത്തേ അതേപോലെ ഒരു 4-5 ഏലക്കി പിന്നെ തെല്ല് ലವಂಗ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ മസാലയ്ക്കെല്ലാം ആക്കറല്ലേ അത് ഉണ്ടുണ്ടെങ്കിൽ തെല്ല് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തെല്ല് കൊത്തമ്പരി ചപ്പ് പുതിന പച്ചമുളക് പിന്നെ അതേപോലെ ഷാജീരക ഉണ്ടുണ്ടെങ്കിൽ അതൊരു 1-1.25 ടീസ്പൂൺ അത്ര ഷാജീരക അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ച ബഡ്സൊപ്പിട്ടെങ്കിൽ അത്രയുമേ അതിൽ പിന്നെ നിങ്ങൾ ചോർക്ക് വേണം അത്ര നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യെല്ലാം ഇടാം ഞങ്ങൾ ഇത്രയ്ക്ക് അപ്പോൾ നെയ്യും ഇട്ട് കൊടുത്തേ ഇനിയിപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ എപ്പം ചെന്ന പോലെ ഞങ്ങൾ തണ്ണിൽ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് തെല്ലി ആറായിട്ട് നിൽക്കണം അപ്പോൾ ഞങ്ങൾ ചോറ് ബിന്ദിട്ട് വരുമ്പോൾ അത് കറക്റ്റ് ആവിടും പിന്നെ തെല്ല് ലെമൺ ജ്യൂസ് ലിംബര് തന്നെ ഒരു 1/4 ഭാഗത്തത്ര ലിംബ പുളിഞ്ഞ് കൊടുത്തേ ഇനിയിപ്പോൾ ഞങ്ങൾ മൂടി വെച്ചിട്ട് തണ്ണി നല്ല പായച്ചിട്ട് വരട്ടെ പായച്ച് വന്നാൽ പിന്നെ ഞങ്ങൾ ഇത് കാറിയിട്ടിങ്ങത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ അപ്പോൾ തണ്ണി നല്ല പായച്ചിട്ട് വന്നിട്ട് അരിയിട്ട് കൊടുക്കുறேன் അരിയിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ಇದಕ್ಕೆ ലൈറ്റായിട്ട് ഒരു യെല്ലോ കളർ വേണം അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ചന്ത ഇങ്ങനെ അടിമേൽ ആക്കിയോളൂ ഉപ്പെല്ലാം കറക്റ്റാക്കി കൊടുക്കും ഈ ടൈമിൽ തെല്ല് മഞ്ഞളുടെ പൊടി ചുമല്ല ലൈറ്റായിട്ട് ഒരു യെല്ലോ കളർ വേണം അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് അപ്പോൾ മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ തണ്ണി ഒന്ന് ആറിയിട്ട് പറഞ്ഞു ഇടയില ഒന്ന് ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് അടിമേലാക്കിയിട്ട് കൊടുക്കണം അതായത് പോലെ ഒന്ന് അടിയുടെ ചന്ത അടിമേലാക്കിയിട്ടിട്ട് ഇനിയിപ്പോൾ തണ്ണിയെല്ലാം ആറിയിട്ട് പറഞ്ഞു അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഈ ടൈമിൽ വെച്ചോളൂ
ഇപ്പോൾ ചോറിലെ തന്നെയെല്ലാം ആറിയിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചോളൂ, ചെറിയ തീയിൽ വെച്ചോളൂ. ചോറ് ചന്ത അടിമേലെ ഒന്ന് നല്ല അടിമേലാക്കിയിട്ട് ചോറെല്ലാം ലെവലാക്കി കൊടുത്തിട്ട് ഇതിൽ മേൽകിണങ്ങ് ഗാർണിഷിക്ക് ഫ്രൈ ആക്കി വെച്ച് നീരുള്ളി അതെല്ലാം ഉണ്ടല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കണം. ചോറെല്ലാം ഇങ്ങനെ ലെവലാക്കി കൊടുക്കറു. അപ്പം നീരുള്ളി അതുപോലെ കൊത്തമ്പരി സೊಪ್ಪು പുതിന ക്യാരറ്റ് പിന്നെ പൈനാപ്പിൾ ഉണ്ണുകാണെങ്കിൽ പൈനാപ്പിൾ ഇട്ടോളൂ. ഞാനിപ്പോൾ ഇത് ನನ್ನ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ പൈനാപ്പിൾ ഉണ്ണുകാണെങ്കിൽ അത് ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് ഇതുപോലെ ഇದ್ರ മേൽಗೆ ഇട്ടങ്ങിട്ട് അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തേ. അതിൽ പിന്നെ നെയ്യ് ഞങ്ങൾ സാധാരണ ബിരിയാണി എല്ലാം ഇങ്ങനെ ഗാർണിഷ് ആക്കുക. അതേപോലെ നെയ്യ് ಬೇನತ್ರ നെയ്യ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇതൊരു 6-7 മിനിറ്റ് ചിലപ്പോൾ 8 മിനിറ്റൊള്ളിಗೆಲ್ಲ ഞങ്ങൾ ഇത് ಬೆಂದಿട്ട് കിട്ടുക. ഞങ്ങൾ സാധാരണ നെയ്ച്ചോറെല്ലാം അങ്ങനെ ആക്കുക. അതേപോലെ ചെറിയ തീയിൽ വെച്ചോളൂ മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് ഒന്ന് കുക്കാക്കി എടുക്കണം. ചുമ്മാ ಬೆಂದಿട്ട് ഇങ്ങനെ ഇതാ മുദ്ದೆ ಹೋಗ್ತೀರ ചോറെಲ್ಲ സാധാരണ നെയ്ച്ചോറ് ആക്കുന്ന പോലെ ഇപ്പോൾ മുടി വെച്ച് കൊടുത്തേ. അതുകൂടെ ചെറിയ തീയിലേക്കിട്ട് അപ്പോൾ ഇത് ഓഫാക്കുക. ആയിത്തൂടെ ചോറ് വെന്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ചോറെല്ലാം ഒന്ന് നല്ല അടിമേലാക്കി എടുക്കണം. അപ്പോൾ ഇത് ഓഫാക്കിയിട്ട് അപ്പമേ അടിമേലാക്കുക പോകണ്ട. തെല്ലിനേരം ഇത് ഓപ്പണിലേക്കിട്ട് അതിൽ ചൂടോടെ അടിമേലാക്കുമ്പോൾ ചോറെല്ലാം ഇങ്ങനെ മുദ്ದೆ ಆಗೋಲ್ಲ ಚಾನ್ಸ್ ಸಿಕ್ಕರೆ. അപ്പോൾ അതുകൊണ്ട് തെല്ലിനേരം കാലിഞ്ഞാൽ പിന്നെ ಚಂದ ಅಡಿയുടെ നല്ല ಮಿಕ್ಸ್ ಆಕಿ എടുക്കണം. ചോറിಗೆಲ್ಲ ಸೈಡು ಎಲ್ಲ ചോറിಗೂ ಈ ಕ್ಯಾರೆಟ್ ನೀರುಳ್ಳಿ ಅದೆಲ್ಲ ಎತ್ತணும். അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല ಮಿಕ್ಸ್ ಆಕಿ എടുക്കണം. ಚಂದ ಮಿಕ್ಸ್ ആക്കുമ്പോൾ സ്ലോലി ಮಿಕ್ಸ್ ആക്കിയിട്ട് ചോറ് പൊടി ആവത്ത പോലെ നോക്കറു. അപ്പോൾ ഇതൊന്ന് നല്ല ಮಿಕ್ಸ್ ആക്കി എടുക്കുക. അപ്പോൾ ഞങ്ങൾ ചോറ് ഇതാ റെഡി ആയിത്തൂടെ നല്ല ചോറെല്ലാം നല്ല അടിമേലാക്കി എടുത്തേ. അപ്പോൾ ഞങ്ങൾ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരേ ടൈപ്പുള്ള ബിരിയാണിയിലാക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ ബറാത്തുക അതല്ലെങ്കിൽ വേറെ നാളുക ಅಂತ ബിരിയാണി എല്ലാം നിങ്ങൾ ആക്കുறீங்க ഈ ഒരു ബിരിയാണി നിങ്ങൾ ആക്കി നോക്കൂ. 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ മസാലയെങ്കും ചോറായെങ്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇത് സെർവ് ആക്കി കൊടുക്കുമ്പോൾ ഫസ്റ്റ് മസാല വെച്ച് അതിൽ മേൽക്ക് ചോറിട്ട് കൊടുക്കുறீங்க അങ്ങനെ ആവും. അതല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ മസാല വെച്ച് കൊടുക്കുறீங்க അങ്ങനെ ആവും. അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇത് ഒരിക്കലും ഒന്ന് ട്രൈ ആക്കി നോക്കൂ. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാറല്ലേ ಹಾಕಿ ನೋಕರು. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.